ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ സമൂസയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ആദ്യം നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഞാനിവിടെ 2 വെല്ലുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്മീനാണ്. ചെമ്മീൻ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ മാരിനേറ്റ് ചെയ്തിട്ട് പൊരിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ വേണം, 1/4 ടീസ്പൂൺ പെരുംജീരകം വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. ഇഞ്ചി വേണം, കുറച്ച് വെളുത്തുള്ളി വേണം, പിന്നെ 3-4 പച്ചമുളക് വേണം, പിന്നെ കറിവേപ്പിലയും വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് ആദ്യം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ചെമ്മീൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു പാനിൽ നമ്മൾ ചെമ്മീൻ പൊരിച്ച ആ പാൻ തന്നെ ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ചെമ്മീൻ പൊരിക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് മസാലയിലേക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യം വരുന്നില്ല. മസാലയൊക്കെ വേണ്ട മഞ്ഞളും ഉപ്പും പിന്നെ പെരുംജീരകവും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം. അതൊക്കെ നല്ലോണം വഴന്ന് വന്നാൽ ഇനി നമുക്ക് അതിൽ മഞ്ഞളും പെരുംജീരകവും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ മഞ്ഞൾപ്പൊടിൻ്റെയും പെരുംജീരകത്തിൻ്റെ ഒക്കെ പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെമ്മീനാണ്. ചെമ്മീനും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു ബേസാണ്. ബേസിന് വേണ്ടിയിട്ട് മൈദ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ചെറിയ ബോളുകളാക്കിയിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം 4 പാർട്സ് ആക്കുക. അതിലേക്ക് മസാല ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സമൂസക്ക് വേണ്ടിയിട്ട് മടക്കിയെടുക്കാം. അങ്ങനെ ഞാൻ നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട്. അത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് 4 പാർട്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാർട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുത്തിട്ട് സമോസയുടെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ സമൂസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. അങ്ങനെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം.
കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ സമൂസ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു.